അങ്ങനെ ആരാധകർ കാത്തിരുന്ന വേൾഡ് കപ്പിന്റെ ഫൈനൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് സൗത്ത് ആഫ്രിക്കയും ഇന്ത്യയുമാണ് നേർക്കുനേർ വരുന്നത്. ഇത്തവണ ഇന്ത്യ കപ്പ് നേടിയേ മടങ്ങൂ. ഒരുപാട് വർഷമായി ഇന്ത്യക്ക് ഒരു ICC ട്രോഫി ലഭിച്ചിട്ട്. ഇപ്പോഴത്തെ രോഹിത് ശർമ്മ ഫൈനലിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഒരു സർപ്രൈസ് താരത്തെയാണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗത്ത് ആഫ്രിക്കൻ ടീം മികച്ച കളിയാണ് ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെച്ചത്. സെമിയിൽ അഫ്ഗാനെതിരെ മികച്ച ബൗളിംഗ് ആണ് സൗത്ത് ആഫ്രിക്ക കാഴ്ചവെച്ചത്. ഇന്നത്തെ മത്സരത്തിൽ ടോസ് നിർണായകമായിരിക്കും. ടോസ് ലഭിക്കുന്നവർക്കായിരിക്കും വിജയ സാധ്യത കൂടുതൽ. മത്സരത്തിൽ മഴ പെയ്യാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ടീമിനെ വില കുറച്ച് കാണാൻ സാധിക്കില്ല. ഇനി ഇന്ത്യൻ ടീമിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിൽ എല്ലാവരും മികച്ച ഫോമിലാണ്. പക്ഷേ ഇന്ത്യക്ക് ബാറ്റിംഗ് ആണ് പ്രശ്നമാവുന്നത്. രോഹിത് ഓപ്പണിംഗിൽ അടിച്ചു കളിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ ടീമിന് നല്ല ടാർഗറ്റ് ലഭിക്കുന്നത്. കോഹ്ലി എല്ലാ മാച്ചിലും ഫ്ലോപ്പാണ്. അതുപോലെ കഴിഞ്ഞ മത്സരത്തിൽ ശിവൻ ദൂബെ ഡെക്കിലാണ് പുറത്തായത്. ദൂബയ്ക്ക് പകരം ഇന്നത്തെ മാച്ചിൽ സഞ്ജു വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. സാധാരണ രോഹിത് ശർമ്മ വിന്നിംഗ് ടീമിനെ മാറ്റാറില്ല. എന്നാൽ കഴിഞ്ഞ വർഷം ഫൈനലിൽ ഇന്ത്യൻ ടീമിൽ മാറ്റങ്ങൾ വരുത്താതെ രോഹിത് ശർമ്മ ഇറക്കി. അന്നത്തെ മത്സരം ഇന്ത്യ ഓസീസുമായിട്ട് തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നത്തെ മാച്ചിൽ പല മാറ്റങ്ങളും ഇന്ത്യൻ ടീമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ദൂബയ്ക്ക് പകരം സഞ്ജു വരണമെന്നാണ് ആരാധകരടക്കം എല്ലാവരും പറയുന്നത്. കോഹ്ലിയെ മാറ്റില്ലെന്നാണ് രോഹിത് ശർമ്മ പറഞ്ഞിരിക്കുന്നത്. കോഹ്ലി ഫ്ലോപ്പ് ആയാലും ഓപ്പണിംഗിൽ തന്നെ കളിക്കും. അപ്പോൾ ഇന്നത്തെ മാച്ചിനുള്ള ഇന്ത്യയുടെ സാധ്യത പ്ലേയിങ്ങിൽ നോക്കാം. രോഹിത്, കോഹ്ലി, ഋഷഭ്, സൂര്യ, പാണ്ഡ്യ, സഞ്ജു, ജഡേജ, അക്സർ, ഹർഷദീപ് സിംഗ്, കുൽദീപ്, ബുംറ. ഇനി സിറാജിനെ കൊണ്ടുവരുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. എന്തായാലും ആവേശ മത്സരം നമുക്കിന്ന് രാത്രി 8 മണിക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമോ സൗത്ത് ആഫ്രിക്ക ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.